BJP. മതസൗഹാർദ്ദം മൂട്ടി വളർത്താൻ മതിലുകളില്ല മനുഷ്യന വേണ്ടി. BJPയുടെ ഒരു പ്രമോ സോങ് ഇറങ്ങിയതാണത്. ഈ പാട്ടിൽ പറയും പോലുള്ള ആശയമാണോ BJP മുന്നോട്ട് വയ്ക്കുന്നത്? അതായത് മനസ്സിലാക്കുക, വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസം മാത്രം സംരക്ഷിക്കാൻ എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? BJP ഭരണത്തിൽ കയറിയ കാലം മുതൽ അന്യമതസ്ഥര് വ്യാപകമായി ഇവിടെ ആക്രമിക്കപ്പെടുന്നു. മുസ്ലിം പള്ളികൾ തകർക്കുന്നു, ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നു, അന്യമതസ്ഥര് വ്യാപകമായിട്ട് ആക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ദളിതരും ട്രൈബൽസും ആക്രമിക്കപ്പെടുന്നു, അവരുടെ ഭൂമി കയ്യേറുന്നു. ബീഫിന്റെ പേരിൽ മുസ്ലിം കടകൾ നശിപ്പിക്കുന്നു, അവരെ ആക്രമിക്കുന്നു. അപ്പൊ ശരിക്കും ആരുടെ വിശ്വാസമാണ് BJP ഇവിടെ സംരക്ഷിക്കുന്നത്? ക്രിസ്ത്യൻസിന്റെയോ മുസ്ലിംസിന്റെയോ ഹിന്ദുക്കളുടെ പോലും വിശ്വാസം ഇവിടെ സംരക്ഷിക്കുന്നില്ല. കാരണം ഹിന്ദുക്കളിൽ തന്നെ ഭൂരിഭാഗം ജനങ്ങളെ ഇവർ ആക്രമിക്കുകയാണ്. പിന്നെ പറയാണ് വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ. ഇതിനൊക്കെയാണ് BJP വരുന്നതെന്ന്. അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP കൊടുക്കുന്ന 75,000 രൂപയുടെ വീടുകൾ പോലും നോർത്ത് ഇന്ത്യൻ റൂറൽ ഏരിയകളിൽ കൊടുത്തു തീർത്തിട്ടില്ല. ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എത്താത്ത ഗ്രാമപ്രദേശങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ BJP ഇവിടെ ആകെ വികസനം കൊണ്ടുവരുന്നത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ്. ഈ വാർത്തയൊന്ന് നോക്കുക. രാജസ്ഥാനിൽ ഖനന കരാറിൽ അദാനിക്കെതിരെ വിധി എഴുതിയ ജഡ്ജിക്ക് മണിക്കൂറുകൾക്കകം സ്ഥലമാറ്റം. അതുപോലെ തന്നെ 5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയത് വൻകിട കോർപ്പറേറ്റുകളുടെ 6.15 ലക്ഷം കോടി രൂപയുടെ കടം. ഇനി എഴുതി തള്ളാതെ വയനാട് ദുരന്ത ബാധിതരുടെ കടം. അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തുവിട്ടതാണ് വരുമാനമില്ലാതെ വായ്പ മാത്രം രാജ്യത്തിന്റെ മൊത്തം കടം 200 ലക്ഷം കോടി കടക്കും. കേരളത്തിന്റെ 4 ലക്ഷം കോടി രൂപയുടെ കടമൊക്കെ പറഞ്ഞ് കരയുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആണവോർജ്ജം ഇനി മുതൽ അദാനിയുടെ കയ്യിലിരിക്കും. ആണവോർജ്ജവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്യുന്നതാണ്. 65 ലക്ഷം സ്റ്റുഡൻസ് ആണ് സ്കൂളിൽ പോകാതെ UP-യിലും ഗുജറാത്തിലും പഠിത്തം നടത്തേണ്ടി വന്നത്. മനസ്സിലാക്കണം, വെറും മതതീവ്രവാദവും വർഗീയതയും മാത്രമാണ് ഇവരെ മുതൽ മുടക്ക്. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് വേറെ ആർക്കും കൊടുക്കാതെ ഞങ്ങളുടെ മാത്രം അണ്ണാക്കിലേക്ക് പുഴുങ്ങി വെച്ച് തരും എന്നുള്ള വിശ്വാസം മാത്രമാണ് BJPയുടെ വോട്ട്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വാല്യൂ എത്രത്തോളം ഇടിഞ്ഞു എന്ന് നോക്കിയാൽ മതി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ആരെയാ? സാധാരണക്കാരെയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം നേപ്പാളിനേക്കാൾ കുറവാണ്. അതായത് BJPയുടെ ആശയങ്ങളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കും. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ BJPക്കാർ പ്രവർത്തിക്കുന്നത് ഉന്നത കുലർക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും വേണ്ടി മാത്രമാണ്. ഇവർ ക്രിസ്ത്യനെ മുസ്ലിമിനെ ദളിതരും തേടിപ്പിടിച്ച് കൊല്ലുന്നതാണോ വികസനം?